ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെ ഇറാൻ്റെ മിസൈൽ ആക്രമണം. ഓഫീസ് പൂർണ്ണമായി തകർന്നു എന്നും നിരവധി പേരെ കാണാതായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ്റെ മിസൈൽ നെതന്യാഹുവിൻ്റെ ഓഫീസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറന്നത്. കൊറം ഷെഹർ മിസൈലാണ് ഉപയോഗിച്ചത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുകയും ഓഫീസ് അപ്പാടെ നിലം പൊത്തുകയും ചെയ്തു എന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിക്കുകയും അത് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രധാന വാർത്തയായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു. ഈ ഓഫീസിൽ നെതന്യാഹു ഉണ്ടായിരുന്നു എന്നൊരു സംശയവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ എങ്ങോട്ട് മാറിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് വരികയാണ്. അതിൻ്റെ കൃത്യമായിരിക്കുന്നൊരു വിവരം ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തോട്ട് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഓഫീസിൻ്റെ എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സും തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2 മിസൈലാണ് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ചത്. അത് അവരുടെ അയോൺ ഡോം പ്രതിരോധ സംവിധാനത്തിനൊന്നും തകർക്കാൻ പറ്റാത്ത വിധമായിരുന്നു കൊറം ഷെഹർ മിസൈലിൻ്റെ ഉപയോഗം എന്നുള്ളതും അതിൻ്റെ നിർമ്മിതികളൊക്കെ ആ തരത്തിലാണ് ഉണ്ടാക്കിയത് എന്നും പറയപ്പെടുന്നു. അപൂർവമായിട്ടാണ് ഇത്തരം മിസൈൽ, അവരുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഹൈലൈറ്റ് ആയിരിക്കുന്ന മിസൈലാണ് കൊറം ഷെഹർ മിസൈൽ എന്ന് പറയുന്നത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ എന്നും ഇതിന് പറയുന്നു. 2000 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത്. വാർഹെഡിൻ്റെ ശേഷി 1500 മുതൽ 1800 കിലോ വരെയാണ്. അപ്പോൾ അതിശക്തമായിരിക്കുന്ന മിസൈലാണിത്. ഇത് പ്രകാശവേഗത്തിൽ പറന്നുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. ജെറുസലേം നഗരത്തിലെ കിര്യാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ബെൻഗൂരിയനോട് ചേർന്നുള്ള ഹമംശല എന്ന പ്രദേശത്താണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. അത് ഏകദേശം 1600 കിലോമീറ്റർ ദൂരമാണ് തെഹ്റാനിൽ നിന്ന് ഈ പറയപ്പെട്ട മേഖലയിലേക്കുള്ളത്. ഈ അവർ അയച്ചിരിക്കുന്ന മിസൈലിൻ്റെ ദൂരപരിധി എന്ന് പറഞ്ഞാൽ 2000 കിലോമീറ്ററാണ്. ഇത് ഈ സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യതയോടുകൂടി തന്നെ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് അത് തെളിവ് സഹിതം തന്നെ മീഡിയകൾക്ക് നൽകുകയും പ്രാധാന്യത്തോടു കൂടി പടിഞ്ഞാറൻ മീഡിയകളും ഇസ്രായേലും അത് റിപ്പോർട്ട് ചെയ്തു. ജെറുസലേം പോസ്റ്റ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതും അത് ഗാർഡ്സ് കോർപ്പ് സ്ഥിരീകരിച്ചതാണ് എന്ന വിവരം അവർ റിപ്പോർട്ടാക്കി കൊടുത്തു എന്നൊരു പ്രത്യേകം ഇതിനുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന ഗവൺമെൻറ് പ്രതിനിധികൾ ഇത് നിഷേധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അംഗീകരിച്ചിട്ടില്ല, എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നവർ പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പാടെ നിലം പൊത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ചില വീഡിയോകളൊക്കെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയ വഴി അതൊക്കെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അറ്റകൈ പ്രയോഗം തന്നെയാണ് അവർ നടത്തുന്നത്. അതിനാൽ വലിയ രീതിയിൽ ആൾനാശം ഇസ്രായേലിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന് വലിയൊരു കടുത്ത രീതിയിലുള്ള നിയന്ത്രണമുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ജോലി ചെയ്തുകൊണ്ട് മലയാളികളുണ്ട്. പക്ഷേ അവരുടെ ഒന്നും ഈ മൊബൈലിൽ നിന്ന് ഇത്തരം മെസ്സേജുകളോ സന്ദേശങ്ങളോ വീഡിയോകളോ പുറത്തു വരില്ല. അത് രാജ്യത്തിൻ്റെ നിയമമാണ്. കൃത്യമായിരിക്കുന്ന ഒരു സംവിധാനങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് മറ്റേതെങ്കിലും സോഴ്സുകൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അത് രാജ്യത്തെ ചോർത്തി കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് എന്നതിനാൽ അത്തരം പ്രവർത്തികൾക്കാരും കൂട്ടുനിൽക്കാൻ പാടില്ല എന്നുള്ള കർക്കശ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഏതെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ ഒന്നും വിവരം നൽകാത്തത്. ഇപ്പോൾ പലതരത്തിലുള്ള ആക്രമണത്തിൽ ലാസ്റ്റത്തെ ഒരു ആക്രമണം 9 പേർ മരണപ്പെട്ടത് മാത്രമാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത് തെളിഞ്ഞു പോകും എന്ന് കൃത്യമായ രീതിയിൽ ഉറപ്പുള്ളതുകൊണ്ട്. കാരണം ഒരു ബിൽഡിംഗ് അപ്പാടെ തന്നെ ഇല്ലാതായിരിക്കുന്നു. അത് നഗരത്തിലെ ജെറുസലേം നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശത്താണ്. അപ്പോൾ ആര് നോക്കിയാലും ആ ബിൽഡിംഗ് കാണുന്നില്ല എന്നുള്ളത് തകർന്ന് അപ്പാടെ തന്നെ ഹൈവേയിലേക്ക് മറിഞ്ഞു വീഴുന്ന രീതിയിലാണ് ഒരു ഭാഗം തൂങ്ങിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇത്ര ഒരു ഭീകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ജെറുസലേം നഗരത്തിൻ്റെ പരമാവധി മേഖലകളും ഏരിയകളും മാറിയിരിക്കുന്നു. ഗർത്തങ്ങളിൽ അല്ലെങ്കിൽ ബങ്കറിലാണ് ഇപ്പോൾ അവിടുത്തെ
ഈ മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്നത്. എന്നാൽ ഒരു ബങ്കർ തകർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരും. ബങ്കറിനെ പോലും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഉപയോഗിക്കപ്പെട്ട ഈ ആയുധങ്ങൾ ഏത് തരത്തിലാണ്, ബങ്കർ ബസ്റ്റർ ബോംബോ മറ്റോ ആണോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ബങ്കർ ബസ്റ്റർ ബോംബ് നിലവിലെ കാഴ്ചയിൽ അല്ലെ നിലവിലെ സ്ഥിതിയിൽ ഇറാൻ്റെ കൈവശത്തിൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഭൂമി തുളച്ച് അടിഭാഗത്തേക്ക് കയറാൻ മാത്രം അവിടെ കൈവശത്തിലുള്ള ബോംബ് ഏതാണ് എന്നുള്ളതും എങ്ങനെയുള്ളതാണ് എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ തന്നെ നിലപാട്. കാര്യം മനസ്സിലാക്കുന്ന രീതിയിലല്ല ഇറാൻ്റെ സമീപനങ്ങളും നിലപാടും. ഇപ്പോൾ ഏറെക്കുറെ 10ഓളം രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം ഒരേ സമയത്ത് ഇറാൻ ചെയ്തിരിക്കുന്നു. അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് അവർ പറയുന്നത് തങ്ങൾ ആക്രമിക്കുന്നത് അമേരിക്കയും അമേരിക്ക ഒളിച്ചിരിക്കുന്ന ഇടവുമാണ്. അതല്ലാത്ത രീതിയിൽ ഏതെങ്കിലും രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അത് സൗദി ആണെങ്കിലും കുവൈത്ത് ആണെങ്കിലും ഖത്തറാണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും തങ്ങൾ ആക്രമിച്ചിട്ടില്ല. അമേരിക്കയുടെ ബേസോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഇടമോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന മേഖലയോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ദിവസത്തെ ആക്രമണത്തിനിടയിൽ 6 പേർ മാത്രമാണ് മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്നാൽ ഒരു സ്ഫോടനം ഇറാനിൽ നടത്തിക്കുകയാണെങ്കിൽ 30-35 ആളുകൾ മരിക്കപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്നു. അതായത് ജനനിബിഡമായിരിക്കുന്ന പ്രദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആക്രമണം പോലും ഇറാൻ നടത്തിയിട്ടില്ല. പിന്നെ അവിടെ മരണപ്പെട്ടു എന്ന് പറയുന്നത് തങ്ങൾ ലക്ഷ്യത്തിലേക്ക് അയക്കുന്ന, അതായത് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടും തങ്ങൾ അയക്കുന്ന മിസൈലിനെ പാട്രിയറ്റോ സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്ത് വെച്ച് തകർക്കുമ്പോൾ അതിലെ ചീളുകൾ തെറിച്ചോ അതല്ലെങ്കിൽ അത് കഷ്ണമായി മുറിച്ച് ഭൂമിയിലേക്ക് വീഴുന്ന സമയത്തോ ഉള്ള ആക്രമണത്തോടനുബന്ധിച്ചാണ് അവരുടെ ആളുകൾക്ക് പരിക്കേൽക്കുന്നത്. അത് തങ്ങൾ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല. തങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യമില്ലാത്ത രീതിയിൽ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്താണ് തങ്ങൾ ആക്രമിക്കുന്നത് എങ്കിൽ ഒരു മിസൈൽ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 100 പേരെങ്കിലും കൊല്ലപ്പെടും. അങ്ങനത്തെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അവർ ആ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ചുരുക്കം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ യുദ്ധം തുടങ്ങിയായിട്ട് കുടുങ്ങിയിരിക്കുന്ന അതേ സ്ഥിതിയിലാണ്. മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ല. മുന്നോട്ട് കൊണ്ടുപോയാൽ അതിനനുസരിച്ചുള്ള നാശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി പോലും പരസ്യമായി രംഗപ്രവേശനം ചെയ്യാൻ സാധിക്കാത്തൊരു സ്ഥിതിയും ഓഫീസ് പോലും ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ശത്രുവിൻ്റെ പക്ഷത്ത് ഉണ്ടാവുകയും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യാത്തൊരു സ്ഥിതി ഉണ്ടായത് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അമ്പരപ്പും ഭയപ്പാടും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. കാര്യം അവരുടെ പ്രതിരോധം കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നവരുടെ ശക്തിയും അവർ ലോകത്തോട് എങ്ങനെ വിളിച്ചു പറയുന്ന ധൈര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അമേരിക്ക ഒപ്പം ഉണ്ടായിട്ടാണ്. മാത്രമല്ല അവർക്ക് പ്രതിരോധ ശക്തിയുണ്ട്. ഈ പ്രതിരോധ ശക്തി അത് തടയപ്പെട്ട് കഴിഞ്ഞാൽ, അത് പ്രതിരോധ ശക്തി അവർക്ക് സുരക്ഷിതത്വം നൽകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു 25-50 മിസൈൽ ഉണ്ടെങ്കിൽ ആ രാജ്യം ഇല്ലാതാകും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റിൽ യുദ്ധം തുടങ്ങിയ സമയത്ത്, കഴിഞ്ഞ വർഷം യുദ്ധം തുടങ്ങിയ സമയത്ത് 300ഓളം മിസൈൽ അവിടേക്ക് വിട്ടിട്ട് അത് 100ഓളം മിസൈലുകൾ ജോർദാൻ്റെ അതിർത്തിയിൽ നിന്ന് തടയപ്പെട്ടു. ശേഷിക്കുന്നത് അവർ പരമാവധി തടഞ്ഞു. ഒറ്റപ്പെട്ട മിസൈലുകൾ മാത്രമാണ് ഭൂപ്രദേശത്തേക്ക് 200ഓളം മിസൈൽ ലക്ഷ്യം കണ്ടതിൽ ഏകദേശം ഒരു 30ഓ അതിൽ താഴെയോ മിസൈൽ മാത്രമേ ഇസ്രായേലിൻ്റെ ഭൂമിയിലേക്ക് വീണിട്ടുള്ളൂ. എന്നിട്ട് തന്നെ അതിന് അവിടെ ഉണ്ടായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും ഇപ്പോഴും നികത്താൻ പറ്റാത്തതാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഭയപ്പാടിലാണ് ഇസ്രായേൽ എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ബിൽഡിംഗ് തകർന്നിരിക്കുന്നു, ആളുകൾ കാണാതായിരിക്കുന്നു. എന്നാൽ നെതന്യാഹു എവിടെ? ആ ചോദ്യത്തിന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പോലും ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനുള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.